തമിഴ്നാട്ടിലെ DMKയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ DMKയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിൻ്റെ കൂടെ ഇടതുപക്ഷങ്ങൾ സഹകരിച്ചിരുന്നു, കോൺഗ്രസ് സഹകരിച്ചിരുന്നു, അവിടെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സഹകരിച്ചിരുന്നു. അങ്ങനെ പല പാർട്ടികൾ കൂടിയുള്ള ഒരു കൂട്ടായ്മ, അതാണ് തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKയുടെ നേതൃത്വത്തിലുള്ള മുന്നണി വിജയിച്ചു വരുമെന്നാണ് എല്ലാവരും കണക്കാക്കിയത്. പക്ഷേ ജനവിധി എതിരായി. ഒരു പുതിയ പാർട്ടി TVK എന്ന പാർട്ടിക്ക് ഒറ്റക്കക്ഷി എന്ന നിലക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ അവിടെയായി. സ്വാഭാവികമായും ഒരു പ്രശ്നം ഉയർന്നു വരും. തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ഭാഗം ജനങ്ങൾ TVKക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു. ആ ജനാഭിലാഷത്തിനനുസരിച്ച് അവിടെ ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുക എന്നതിനോട് ജനാധിപത്യ വിശ്വാസികളെല്ലാം യോജിക്കും. അവരെ എതിർത്തവരും ആ ജനാധിപത്യ മൂല്യത്തിന് പ്രാധാന്യം കൽപ്പിക്കും. ഇവിടെ സാധാരണ നിലയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലക്ക് സീറ്റ് സമ്പാദിക്കാൻ കഴിഞ്ഞ TVKയാണ് ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടി ആദ്യം ക്ഷണിക്കേണ്ടത്. പക്ഷേ ഗവർണർ ആദ്യമേ തന്നെ എടുത്ത നിലപാട് അത് ഗവർണറുടെ നിലപാടല്ല, RSSൻ്റെയും സംഘപരിവാറിൻ്റെയും നിലപാടാണ്, കേന്ദ്ര ഗവൺമെൻറ് നിലപാടാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്താവായി പ്രവർത്തിക്കുന്ന ഗവർണർ സ്വീകരിച്ച നിലപാട് നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് ആദ്യമേ തന്നെ തെളിയിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിക്കുകയുള്ളൂ. അത്തരമൊരു ഘട്ടം സാധാരണഗതിയിൽ ആദ്യമുണ്ടാകേണ്ടതില്ല. അത് RSSൻ്റെയും സംഘപരിവാറിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റെയും അജണ്ടയായി വന്നതാണ്. ഇത്തരമൊരു ഘട്ടം വന്നാൽ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് സ്വാഭാവികമായി DMKയുടെ നേതൃത്വത്തിൽ അണിനിരന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട കക്ഷികൾ ആലോചിക്കേണ്ടതായി വരും. ആ ആലോചനയാണ് ഇടതുപക്ഷങ്ങളും അവിടെയുള്ള BCKയും മറ്റും നടത്തിയത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മറ്റൊരു സമീപനം നാം കണ്ടു. കോൺഗ്രസ് DMKയുടെ കൂടെ നിന്ന് മത്സരിച്ച പാർട്ടിയാണ്. അതിൻ്റെ ഭാഗമായി നേടിയ സീറ്റുകളാണ്. ആ സീറ്റുകൾ വെച്ചുകൊണ്ട് TVKക്ക് പിന്തുണ നൽകാൻ ആദ്യമേ തന്നെ ചാടി പുറപ്പെട്ടു. 2 മന്ത്രിസ്ഥാനവും മറ്റ് ചില വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ മറ്റു ചില അവകാശവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് ആരുമായും ആലോചിക്കാതെ
കോൺഗ്രസ് ചാടി പുറപ്പെടുന്നത് കണ്ടു. ഇതിൻ്റെ ഫലമെന്തായി? അതിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്ത് BJPക്കെതിരെ രൂപം കൊണ്ട വിശാലമായ കൂട്ടായ്മ, അതിൻ്റെ ഭാഗമായിരുന്നു തുടക്കം മുതൽ DMK ഇനി കോൺഗ്രസുമായി സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്ന നില സ്വീകരിച്ചു. അതിന് DMK കുറ്റം പറയാൻ പറ്റുമോ? കാരണം DMKയുടെ തോന്നൽ കോൺഗ്രസ് വഞ്ചിച്ചു എന്നാണ്. ആ വഞ്ചന കാണിച്ചവരുമായി ഇനി അങ്ങോട്ട് സഹകരണമില്ല എന്ന നിലപാട് സ്വാഭാവികമായി DMK സ്വീകരിക്കാനുണ്ടായത്. എന്നാൽ ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുതയുണ്ട്. അതുകൊണ്ട് മാത്രം ഭൂരിപക്ഷമാകുന്നില്ല. DMKക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കണമെങ്കിൽ പിന്നെയും പിന്തുണ വേണമായിരുന്നു. അവിടെയാണ് ഇടതുപക്ഷങ്ങളും BCKയും മറ്റും കൃത്യമായ നിലപാടെടുത്തത്. ആ നിലപാട് സ്ഥാനത്തിനു വേണ്ടി ചാടിപ്പുറപ്പെടലായിരുന്നില്ല. ജനാഭിലാഷം പ്രകടമായിരിക്കുന്നു. ആ ജനാഭിലാഷമനുസരിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായവർക്ക് ഭരിക്കാനുള്ള അവസരം ലഭിക്കട്ടെ. ഇതാണ് CPIഎമ്മും ഇടതുപക്ഷവും അവിടെ സ്വീകരിച്ച നിലപാട്. അതിൻ്റെ ഭാഗമായി ചാടിപ്പുറപ്പെട്ട് പിന്തുണ കൊടുക്കുകയല്ല. ഒന്നിച്ച് നിന്നവരുണ്ട്, ഒന്നിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരുണ്ട്. അവരെല്ലാം കൂടി ചർച്ച ചെയ്തു. DMK ആയിട്ടടക്കം ചർച്ച ചെയ്തു. ഇപ്പം കരണീയമായിട്ടുള്ളത് ഇതാണ്. നാം ജനാഭിലാഷത്തിനെതിരായി നിൽക്കേണ്ടതില്ല. അതിനോട് DMK യോജിച്ചു. ഒരു അസ്വാരസ്യവും ഇല്ലാതെ തന്നെ TVKക്ക് പിന്തുണ നൽകുന്ന സമീപനം DMKയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയിലുണ്ടായിരുന്ന ഇടതുപക്ഷവും മറ്റുള്ളവരും സ്വീകരിച്ചു. ഈ നില കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയായിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിൻ്റെ കൃത്യമായ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനാകുന്നില്ല. തങ്ങൾക്കുള്ള ആർത്തി, അതിൻ്റെ ഭാഗമായി പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാനാണ് കോൺഗ്രസ് ധൃതി കാണിക്കുന്നത്.